ഫാമിലി കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മീൻ കൊണ്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കുന്നത്, ടൂണ ഫിഷ് പിക്കിൾ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ മീൻ ഇവിടെ ഒരു 3/4 കിലോളം എടുത്തിട്ടുണ്ട്. എല്ലാതും ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ എപ്പോഴും മുറിക്കുമ്പോൾ ഒരേ വലുപ്പത്തിലായിട്ട് മുറിച്ചാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ യൂണിഫോമായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഇതൊരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം. ഇത്രയാണ് നമുക്കിത് ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ ഈ മീനിനെ കുടുതാന്ന് പറയും, ചില സ്ഥലത്ത് ചൂരാന്ന് പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലോട്ട് ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ സ്പൂൺ എടുക്കുക. അതുകൊണ്ട് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലിടുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ചെറിയ സ്പൂൺ തന്നെയാണ്. ഒരു 1/2 സ്പൂണ് ഉപ്പാണ് ഞാനിവിടെ ആദ്യം ഇടുന്നത്. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് തന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അത് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് ഇതിൽ ആദ്യം 5 ടേബിൾ സ്പൂണാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഏകദേശം 1/2 കപ്പോളം വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായി മീനിൽ പിടിക്കാനായിട്ട് കുറച്ച് ലൂസായിരിക്കുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ അതിൽ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. ഞാനതിൽ 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മീനിലോട്ട് ഇട്ട് കൊടുക്കാം. മീൻ നന്നായി കഴുകിയിട്ടുള്ളതാണ്. എപ്പോഴും നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുന്നേ മീൻ നന്നായി വാഷ് ചെയ്യണം ഏറ്റവും നല്ലത്. കട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുകയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാനും പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം മീൻ കട്ട് ചെയ്യാവും നല്ലത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വയ്ക്കാം. പിന്നെ എത്രയും കൂടുതൽ സമയം നമ്മൾ വെച്ചാൽ അത്രയ്ക്കും നല്ലതാണ്. തലേന്ന് മീനിൽ പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും ഇത് നന്നായി ഈ അരപ്പ് മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇത് 2 മണിക്കൂറിലധികമായി മസാല പുരട്ടി വെച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ഒരു 10 മിനിറ്റിലധികമായി ഇവിടെ മീൻ ഇട്ടിട്ട് അപ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി. മുഴുവൻ മുങ്ങി ഈ മീനിൻ്റെ കഷ്ണങ്ങൾ മുഴുവൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കണമെന്നില്ല. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പിന്നെ ഉള്ളിൽ ശരിക്കും വേവും ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം വെച്ചെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേട് വരികയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ മീനിൻ്റെ ഇപ്പോൾ 2 വശവും നന്നായി മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതേപോലെ നന്നായി മൊരിഞ്ഞു വന്നാൽ മതിയാവും. മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ്, വിനീഗർ, ഇത് ഉലുവ പൊടിച്ചതാണ്, കായപ്പൊടി, വെള്ളം, പിന്നെ എണ്ണ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം.
വെളുത്തുള്ളി ഇവിടെ ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1/2 കപ്പ് വെളുത്തുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല. നാടൻ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതല്ല വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2-4 എണ്ണം എടുത്തിട്ട് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നീളം തന്നെ കട്ട് ചെയ്താൽ മതിയാവും. ഇതും ഞാൻ വലിയതൊക്കെ ചെറുതായിട്ട് നടുവ് പിളർന്നിട്ടുണ്ട്. ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇടാണ് ചെയ്തിട്ടുള്ളത്. ഇഞ്ചി ഇതേപോലെ ഇതെനിക്ക് നാടൻ ഇഞ്ചി കിട്ടിയിട്ടില്ല. അത് വലിയ തരം ഇഞ്ചിയാണ്. അപ്പോൾ ഞാനിത് ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതേപോലെ നീളം തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. പച്ചമുളക് ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. ചില സമയത്ത് നല്ല എരിവുള്ള പച്ചമുളകാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1-2 ഇട്ടാൽ മതി എരിവിനനുസരിച്ചിട്ട്. ഇത് അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തത്. ഇനി നമുക്ക് ഈ മസാലകളൊന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറിന് എടുത്തിട്ടുള്ളത്. സാധാരണ മുളകും പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു ചെറിയ സ്പൂണ് നിറച്ചിട്ട് മഞ്ഞൾപ്പൊടി, ഇത് ഉലുവ പൊടിച്ചതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചതാണ്. ഓയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട്, ഒരുപാട് മൂത്ത് പോകരുത്. ഇത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതേപോലെ ഉലുവപ്പൊടി, ചെറിയ സ്പൂണാണ്, 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലോട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മൂപ്പ് കൂടാൻ ഇടയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതല്ല എന്നുണ്ടെച്ചെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുത്താലും മതി. നമുക്കിനി ഇത് തയ്യാറാക്കാം. ഇവിടെ ഒരു ഫ്രൈ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. എള്ളെണ്ണ എന്ന് പറയുന്നത് ഇതുപോലത്തെ 250 ml 1/2 കപ്പ് എണ്ണയാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കി ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ഉണ്ട്, അതും കൂടി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒത്തിരി കൂടുതൽ ചൂടുണ്ടായാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ ഒരു 3 മിനിറ്റായി ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് വെളുത്തുള്ളിയൊന്നും ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇത് വെന്താൽ മതി. അപ്പോൾ നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് അച്ചാറൊക്കെ കഴിക്കുമ്പോൾ, അത് വലിയ വേപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് കളയും, ചെറുതൊക്കെ ആണെങ്കിൽ അതിനോടൊപ്പം കഴിച്ചു പോവും. അപ്പോൾ ഈ കട്ട് ചെയ്ത കറിവേപ്പില അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചമുളകൊക്കെ ഏതാണ്ട് വാടിയിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വേഗമാവും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ പാത്രത്തിലോട്ട് ഈ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് നമുക്കിത് മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ പച്ചവെള്ളം നേരിട്ട് ഒഴിക്കാൻ പാടില്ല. പെട്ടെന്ന് അച്ചാർ കേട് വരാൻ സാധ്യതയുണ്ട്.
ഇവിടെ ഞാനൊരു 4 മിനിറ്റോളമായി ചെറുതീയിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് മസാല മൂത്തിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊടി എപ്പോഴും നേരിട്ട് ഇടാതെ ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇടാവോ എപ്പോഴും നല്ലത്. നമുക്കിനി ഇതിലോട്ട് 1 കപ്പ് വിനീഗറാണ് ഞാനിവിടെ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ആറിയിട്ടുണ്ട്, തിളപ്പിച്ചാറിയ വിനീഗറാണ് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇതിൽ വിനീഗറൊക്കെ ഉള്ളത് കാരണം പുളി കൂടുതലുള്ളപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. എപ്പോഴും ചെറിയ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 മിനിറ്റായി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ഞാൻ ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുളിയും എരിവൊക്കെ ഒന്ന് ഇതാവാനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ഓപ്ഷനിലാണ്. ഇനിയിപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ കുറച്ച് ചെറുതായിട്ടൊരു മധുരിപ്പ് പോലെ ഉണ്ടാവും, അധികമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഓഫ് ചെയ്തിടാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് ഒക്കെ നോക്കാം, പുളി അങ്ങനെയൊക്കെ നോക്കാം. ഇനിയിപ്പോൾ അഥവാ ഇത്രയും പുളിയുടെ ആവശ്യം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ 1 കപ്പ് വിനീഗറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3/4 കപ്പോ 1/2 കപ്പോ എടുത്താലും മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പെട്ടെന്ന് എടുക്കുന്ന അച്ചാറാണെങ്കിൽ ഇപ്പോൾ എണ്ണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. കടുകെണ്ണയാണെങ്കിൽ കടുകെണ്ണ അല്ല, ഈ എണ്ണയാണെങ്കിൽ എള്ളെണ്ണ ആണെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേട് വരികയില്ല. ശരിക്കും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കേട് വരാതിരിക്കും. പുറത്ത് റൂം ടെമ്പറേച്ചർ ആണെങ്കിലും ഇത് കേട് വരാതെ മറ്റച്ചാർ പോലെ പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിന്നിത് ചൂടൊക്കെ ആറുമ്പോൾ തണുത്തതിന് ശേഷം ഇത് കുപ്പിയിൽ നമുക്ക് നല്ല ടൈറ്റാക്കിയിട്ട് എടുത്ത് വയ്ക്കാം. നമ്മുടെ ടൂണ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അത് നല്ല ഉണങ്ങിയ കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ഭരണിയിലേക്ക് വേണം ഈ അച്ചാർ തണുക്കുമ്പോൾ എടുത്ത് വയ്ക്കാനായിട്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം ഒട്ടും പാടില്ല. അപ്പം തന്നെ കഴുകി കുപ്പിയാണെങ്കിലും അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ടിഷ്യൂ അല്ലെങ്കിൽ തുണിയോ കൊണ്ടോ നന്നായി തുടച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അത് അച്ചാർ ഇട്ട് വയ്ക്കാനായിട്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുപ്പികളിലാക്കിയിട്ട് അച്ചാർ എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂണ്, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അങ്ങനത്തെ ഡ്രൈ ആയുള്ള സ്പൂൺ ഇട്ടിട്ട് വേണം അച്ചാർ എടുക്കാനായിട്ട്. അതല്ലാതെ നമ്മൾ കഴുകിയ ഉടനെ അതോട് കൂടിയിട്ട് അച്ചാർ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായിട്ട് പോവും. ഇത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൽ വിനീഗർ കൂടുതൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാകത്തിന് ചേർത്താൽ മതി. ശരിക്കും അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പുളിയും എരിവൊക്കെ വേണം. പിന്നെ ചില്ലി പൗഡറിന് പകരം കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാരണ നമ്മുടെ എരിവുള്ള ചില്ലി പൗഡർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ കായപ്പൊടി ഒക്കെ നമുക്ക് കായമൊക്കെ കൂടുതൽ ചേർക്കരുത്. 1/4 ടീസ്പൂൺ തന്നെ പാടുള്ളൂ. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉലുവപ്പൊടി ആയാലും കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. അടുത്ത് നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നതുവരെ താങ്ക് യു.